ആശാ വർക്കർമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ആശാ വർക്കർമാർ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അവർക്ക് വ്യക്തമായുള്ള ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തത് പിണറായി വിജയനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരുടെ ആവശ്യം ഇതുവരെ ഉന്നയിക്കാത്തത്. എന്നാൽ അതിനെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇല്ലെങ്കിൽ അതിനെല്ലാം മറുപടിയുമായി ചുട്ട പ്രസംഗം തന്നെയാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ശരിക്കും കുറ്റക്കാർ കേന്ദ്രമാണോ അതോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങളോട് നമുക്കൊരിക്കലും മുഖം തിരിക്കാൻ സാധിക്കില്ല. കാരണം അതുപോലെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ കൂടാതെ സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാർക്കായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആശാ വർക്കർമാർ ഇപ്പോൾ സംസ്ഥാനത്തിനെതിരെ തരംതിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമല്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഹേളനമാണോ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി മാറിയത് എന്നുള്ളതും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. ആശാ വർക്കർമാർക്കായി ചെയ്തു കൊടുക്കേണ്ടതെല്ലാം തന്നെ വ്യക്തമായി ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ഒരു സമരമുറ അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ആശാ വർക്കർമാർ സമരത്തിനിറങ്ങിയിട്ടും അവരുടെ സമരം ശക്തമായത് നമ്മൾ കണ്ടിട്ടും അവരുടെ അവകാശം ഇപ്പോഴും നേടിക്കൊടുക്കാത്തത് ആരാണ്? യഥാർത്ഥത്തിൽ അവർക്ക് ഇപ്പോഴും പിടിച്ചു വലിക്കുന്നത് എന്തിനെയാണ്? അവർക്ക് ആവശ്യമായ അവരുടെ അവകാശം ഇനിയും നേടിക്കൊടുത്തില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതെല്ലാം കണ്ടറിയണം. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ വളരെയധികം ചർച്ചയായി കഴിഞ്ഞു. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുകയാണ്. ഇപ്പോൾ ആശാമാർക്ക് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സർക്കാർ കൂടിയാണ് കേരളത്തിലേതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ സർക്കാരിനെതിരെയാണോ, ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടതെന്ന് സമരം ചെയ്യുന്നവർ ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. 5 തവണ സർക്കാർ ചർച്ച നടത്തിയെന്നും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആശാ സമരം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ സമരം നടത്തുന്നവർക്ക് അങ്ങനെയൊരു താല്പര്യം ഉണ്ടായാൽ മാത്രമേ സമരം അവസാനിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആശ എന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ്. ഇവരെ കേന്ദ്ര സർക്കാർ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല. 2005 ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ആ ഘട്ടത്തിൽ UDF സർക്കാർ പദ്ധതി നടപ്പാക്കുകയുമില്ല. 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പദ്ധതി കേരളത്തിൽ നടപ്പാകുന്നത്. കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോഴുണ്ടായ ഇൻസെന്റീവ് തന്നെയാണ് ഇപ്പോഴും നൽകി വരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, രാജ്യത്ത് ആശാമാർക്ക് മികച്ച ഓണേറ്റോറിയം നൽകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപ മാത്രമാണ് ഓണറ്റേറിയമായി നിശ്ചയിച്ചിരുന്നത്. 2016 മുതൽ ഇതുവരെ LDF സർക്കാർ 6000 രൂപയുടെ വർധനവാണ് ഓണറ്റേറിയത്തിൽ ആശാമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശാമാർക്ക് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സർക്കാർ കൂടിയാണ് കേരളത്തിലേത്. ആ സർക്കാരിനെതിരെയാണോ, ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത്? ഇത് സമരം ചെയ്യുന്നവർ ആലോചിക്കേണ്ട കാര്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്താകെ 26,125 ആശാ വർക്കർമാരാണുള്ളത്. 99% ആശാ വർക്കർമാരും സമരത്തിനില്ല. ബഹുഭൂരിപക്ഷവും ഇപ്പോഴും സേവനത്തിലാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന സമരവുമായി ഈ സമരം മാറുന്നില്ല. പക്ഷേ ചെറിയ വിഭാഗമായതുകൊണ്ട് അവഗണിക്കാനല്ല സർക്കാർ തയ്യാറായത്. അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയെന്നും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു.